ഒട്ടുമിക്ക എല്ലാവരുടെ ഒരു പ്രശ്നമാണ് ഈ പുസ്തകം എടുക്കുമ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരിക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ടിപ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുക, നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമോ എന്ത് വരികയാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഉറക്കത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? അല്ലെങ്കിൽ ഞാനിപ്പം ഒരു നീറ്റ് എക്സാമാണ് ഞാൻ എഴുതാൻ പോകുന്നെങ്കിൽ എനിക്ക് ആ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യബോധം വേണം. അല്ലെങ്കിൽ ഈ എക്സാമിൽ എനിക്ക് ഫുൾ A+ വാങ്ങണം, ഈ എക്സാമിൽ ഞാൻ ഇത്ര % വാങ്ങണം എന്നുള്ളൊരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു പഠിപ്പിനോട് അത്ര ആത്മാർത്ഥത ഉണ്ടാവില്ല. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടിയെടുക്കാനില്ല. എക്സാം കഴിഞ്ഞിട്ട് എക്സാമാണ്, അതുകൊണ്ട് എനിക്ക് പഠിക്കണം എന്നുള്ളൊരു തോട്ടേ ഉണ്ടാവുള്ളൂ. അതിന് പകരം എനിക്ക് ഇന്ന സംഭവം ക്രാക്ക് ചെയ്യണം, എനിക്ക് ഇന്ന % കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യബോധത്തോടെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പഠിപ്പിലൊരു ബോറ് തോന്നുന്നു, അല്ലെങ്കിൽ ഉറക്കം വരികയോ ഉണ്ടാവില്ല. അപ്പം ഫസ്റ്റ് പോയിൻ്റാണ് ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത്. സെക്കൻഡ് പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മൾ പഠിക്കാനിരിക്കുന്ന ആംബിയൻസ്. നമ്മൾ പഠിക്കാനിരിക്കുമ്പം കുറച്ച് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ചിലവർക്ക് മേ ബി ആരും ഇല്ലാത്ത ഒരു റൂമിൽ ഇങ്ങനെ അധികം സൗണ്ടുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതായിരിക്കാം. മറ്റ് ചിലർക്ക് പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായാലും അവർക്ക് പഠിക്കാനൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കഴിയണതും ഐസൊലേറ്റ് ആയിട്ട് പഠിക്കാനിരിക്കുന്നതാവും നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരാളുടെ കൂടെ അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന അവിടെ പോയി ബുക്ക് കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് എന്തായാലും ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ കഴിയണതും നല്ലൊരു ആംബിയൻസ്, നിങ്ങൾക്ക് നല്ല പഠിക്കാനൊരു ടേബിൾ, അതിനൊരു ചെയർ, നല്ല കുറച്ചൊരു എന്താ പറയുക തുറന്ന സ്ഥലം ഒക്കെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഉറക്കം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പോയിൻ്റാണ് പറഞ്ഞ പോലെ തന്നെ ഈ ആംബിയൻസ് പോലെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെന്റിലേഷനും സൺലൈറ്റും ഒക്കെ. നമ്മൾ ഈ കാറ്റൊക്കെ എത്തുന്ന ഒരു റൂം, അല്ലെങ്കിൽ നല്ല വെളിച്ചം എത്തുന്ന ഒരു റൂമൊക്കെ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അതുമൂലം നമുക്ക് പഠിക്കാനുള്ള നമ്മളൊരു ഫ്രഷ് ആയിരിക്കും, നമ്മളുടെ ഒരു ഫ്രഷ്നെസ് എപ്പോഴും അതിലുണ്ടായിരിക്കും. അല്ലാതെ ഭയങ്കര മൂടിയായിട്ട് വളരെ അടച്ചിട്ടൊരു റൂമാകുമ്പം നമ്മളുടെ നമുക്കൊരു ഉറക്കം വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിവരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നല്ല വെന്റിലേഷനുള്ള, നിങ്ങളുടെ ജനലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്നിട്ട് കാറ്റൊക്കെ ഉള്ളിൽ കടത്തി നല്ല വെളിച്ചമൊക്കെ വരുന്ന ഒരു ആംബിയൻസ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് നിങ്ങളെ പഠിക്കാൻ സഹായകമാകും. പിന്നത്തെ ഒരു പോയിൻ്റാണ് ഈ ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കാതിരിക്കുക. കാരണം നമ്മൾ ബെഡ് കണ്ടാൽ ഒബ്വിയസ്ലി നമുക്കൊരു ഉറക്കം വരും. ബെഡിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ഇരിക്കും, പിന്നെ ഒന്ന് ചെരിയും, പിന്നെ ഒന്ന് കിടക്കും, പിന്നെ അങ്ങ് ഉറങ്ങും. അപ്പം അതിനേക്കാളും നല്ലത് ഈ ബെഡ്റൂമിൽ ഇരുന്ന് പഠിക്കാതിരിക്കും. നമ്മളെ ഒന്നും കൂടി അതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മളെ ഉറങ്ങാൻ കുറച്ചും കൂടെ ബെഡൊക്കെ കാണുമ്പം നല്ല നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവർക്കും ആ ബെഡ് കാണുമ്പോൾ ഒന്ന് പുതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നും. അപ്പോൾ അതിനേക്കാളും നല്ലത് ബെഡ്റൂമിൽ പഠിക്കാതിരിക്കുക. അതിന് പകരം വേറൊരു റൂം, നിങ്ങൾ സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഐസൊലേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനായിട്ടിരിക്കുന്ന ഒരു റൂം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യമാണ് ഈ ചടഞ്ഞുകൂടി ഇരിക്കാതിരിക്കുക. ചിലവർ കാണാം ഈ ടേബിളിൻ്റെ മുകളിൽ ബെൻഡ് ചെയ്ത് കിടക്കുക. അതുമൂലം നമുക്കൊരു ഭയങ്കര ക്ഷീണം വരും, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് സ്ലീപ്പി മൈൻഡ് ആയിരിക്കും. അതിന് പകരം നട്ടൽ നിവർത്തി അങ്ങനെയുള്ളൊരു ചെയർ വാങ്ങാം. വളരെ ചാരി ഇരിക്കുന്ന ഒരു ചെയർ ആവാതെ, അല്ലെങ്കിൽ വളരെ ഒടിയുന്ന പോലത്തെ അങ്ങനെ ഉള്ളൊരു ചെയർ ആവാതെ നട്ടിൽ നിവർത്തിയിരിക്കാൻ പറ്റുന്ന ഒരു ചെയറൊക്കെ യൂസ് ചെയ്ത് എപ്പോഴും നമ്മുടെ നട്ടിൽ നിവർത്തിയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആവാതിരിക്കും. വളരെ കംഫർട്ടബിൾ ആകുമ്പോഴാണ് ശരിക്കും ഈ ഉറക്കം വരിക. നമ്മൾ വളരെ ചാഞ്ഞ് അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നൊരു ചെയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് മയങ്ങാനൊക്കെ തോന്നും. അല്ലാത്ത പക്ഷം വളരെ കംഫർട്ടബിൾ അല്ലാത്ത നമ്മൾ ഈ നട്ടിൽ നിവർത്തി കഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്ലീപ്പി മൈൻഡിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ആകും. അപ്പോൾ കഴിയുന്നതും നട്ടിൽ നിവർത്തി ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. പിന്നത്തെ ഒരു കാര്യമാണ് ഇപ്പം ഈ കണ്ടിന്യൂസ്ലി 3 to 4 മണിക്കൂർ പഠിക്കണം എന്നൊന്നുമില്ല. അതിന് പകരം ഒരു അരമണിക്കൂർ പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ കണ്ടിന്യൂസ്ലി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നൊന്നും നമ്മുടെ തലയിൽ കയറില്ല. ഇങ്ങനെ 4 മണിക്കൂർ ഇരിക്കുന്നു എന്നുണ്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ പഠിക്കുന്നതും നമ്മളുടെ തലയിൽ അത്ര എഫക്റ്റീവായിട്ട് കയറില്ല. അതിന് പകരം നമ്മളൊരു 30 മിനിറ്റ്സ് പഠിച്ച്, അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് കേട്ടോ, ഓരോരുത്തർക്കും അറ്റൻഷൻ എങ്ങനെയാണോ അവർക്ക് എത്ര ടൈമാണ് എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അതിന് പകരം ഒന്ന് ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാൻ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് കഴിച്ച്, അല്ലെങ്കിൽ ഒന്ന് കൈകാലുകളൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് വിടർത്തി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് നമ്മുടെ മൈൻഡ് ഒന്നും കൂടി ഓക്കെ ആവും. കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് നമ്മളെ ബ്രെയിനിൽ കയറ്റാൻ നമ്മൾ തന്നെ ഓക്കെ ആവും. അപ്പോൾ കഴിയണതും ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുക. അത് നിങ്ങളുടേതായിട്ടുള്ളൊരു പഠിപ്പിൻ്റെ ഒരു
ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് എവിടെയാണോ ഇൻ്റർവെൽ എടുക്കേണ്ടത് അങ്ങനെ എടുക്കുക. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് രാവിലെ എണീറ്റ് പഠിച്ചാൽ കൂടുതലായിട്ട് തലയിൽ കയറുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി അനുസരിച്ച് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ഒരാൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. ചില ആൾക്കാർക്ക് രാവിലെ 3 മണിക്ക് എണീറ്റ് അലാറൊക്കെ വെച്ച് അത് ഇനി ഒരു 6 മണി വരെയൊക്കെ പഠിക്കാൻ അവർ ഓക്കെ ആയിരിക്കും. പക്ഷെ മറ്റ് ചിലർക്ക് അത് രാവിലെ എങ്ങനെയൊക്കെ അലാറം വെച്ചാലും പഠിക്കാനായിട്ട് എണീക്കാത്തവരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും ടൈം. അപ്പം മോർണിംഗ് പേഴ്സൺ ആയിക്കോട്ടെ ഈവനിങ് പേഴ്സൺ ആയിക്കോട്ടെ രണ്ടും ഓക്കെയാണ്. അത് ഓരോരുത്തരുടെ ഒരു രീതി അനുസരിച്ച് ഓക്കെ ആയിരിക്കും. അല്ലാതെ ഈ മോർണിംഗ് തന്നെ പഠിച്ചാലേ തലയിൽ കയറുള്ളൂ അങ്ങനത്തെ ഒരു കാര്യത്തിനോടൊന്നും ഇല്ല. നിങ്ങളൊരു ഈവനിങ്ങിൽ പഠിക്കുന്ന നിങ്ങൾക്കൊരു രാത്രി ഇപ്പോൾ ഒരു 6 മണി മുതൽ ഒരു 9 മണിയാണ് പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു ടൈം എന്നെങ്കിൽ അതായിരിക്കും മേ ബി നിങ്ങൾക്ക് നല്ല ടൈം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഓക്കെ ഉള്ളത് ആ ടൈം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല ഉറങ്ങുക എന്നുള്ളത്. നന്നായിട്ട് ഉറങ്ങുക. ചുരുങ്ങിയത് ഒരു നമ്മൾ പറയും ഒരു യൂത്ത് ടീനേജ് ഏജിലുള്ളവർ ഒരു 7 to 8 hours നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം. നന്നായിട്ട് ഉറങ്ങിയാൽ ഉറക്കം വെറും ഉറങ്ങാമെന്നല്ല, നമ്മളൊരു പീസ്ഫുൾ ഉറക്കമായിരിക്കുക. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഉറക്കമാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം എപ്പോഴും ഉറക്കം നന്നായിട്ട് ഉറങ്ങിയിട്ട് മാത്രം നിങ്ങൾ പഠിക്കാനിരിക്കുക. പിന്നെ ഒരു കാര്യമാണ്, ചിലവർക്ക് ഉറക്കെ വായിച്ച് പഠിക്കേണ്ടി വരും, ചിലർക്ക് നടന്ന് പഠിക്കേണ്ടി വരും, ചിലർക്ക് മേ ബി അത് അങ്ങനെ പഠിക്കണം എന്ന് തന്നെ ഉണ്ടാവുന്നുള്ള ഒരാൾക്കാരാവില്ല. നടക്കണം എന്നുണ്ടാവില്ല, ചിലപ്പോൾ ഉറക്കെ വായിക്കണം എന്നുണ്ടാവില്ല. പക്ഷേ പഠനങ്ങൾ പറയുന്നത് ഈ ഉറക്കെ വായിക്കും തോറും നിങ്ങളുടെ മൈൻഡിൽ ഒന്നും കൂടെ നിങ്ങൾ പഠിക്കുന്നത് പതിയാണ്. അപ്പോൾ കഴിയുന്നതും ഉറക്കെ വായിക്കുക. നിങ്ങൾ ഉറക്കെ വായിക്കുന്നത് മൂലം നിങ്ങൾ വായിക്കൊന്ന് ഇളക്കി അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ഒന്നും കൂടെ നിങ്ങളൊരു എഫേർട്ട് അവിടെ ഇടുന്നുണ്ടല്ലേ. നിങ്ങളിങ്ങനെ എഗെയിൻ സംസാരിച്ച് നിങ്ങളൊരു എഫേർട്ട് അവിടെ നിന്നുണ്ട്. അല്ലാതെ പക്ഷേ ഇങ്ങനെ മിണ്ടാതെ ജസ്റ്റ് ബുക്ക് മാത്രം നോക്കി കഴിഞ്ഞാൽ അവിടെയും ഒരു ഉറക്കം വരാനുള്ളൊരു കാരണമാവും. അത് കഴിയുന്നതും ഉറക്കെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നത്തെ ഒരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു കുറച്ച് മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബോട്ടിൽ അടുത്ത് വെക്കാതിരിക്കുക. കാരണം അതും നിങ്ങളുടെ മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്യും അല്ലെ. അടക്ക ആ ബോട്ടിലൊക്കെ ഒന്ന് കളിച്ച് വേണ്ടാഞ്ഞിട്ടും വെറുതെയൊക്കെ വെള്ളം കുടിച്ച് അതിന് പകരം കുറച്ചൊന്ന് ദൂരം കൊണ്ടുവെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രീ ടൈമിൽ ഒരു ബ്രേക്ക് എടുക്കാൻ പറഞ്ഞില്ലേ, ആ ടൈമിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കുക. കുറച്ചൊന്ന് ദൂരെ വെച്ചാൽ നിങ്ങളൊന്ന് എണീച്ച് നിങ്ങൾ ആ വെള്ളം കുടിച്ച് പിന്നെ നെക്സ്റ്റ് ബ്രേക്കിലൊക്കെ കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. നമ്മൾ പറയാനുള്ള നമ്മളുടെ ബോഡിയിലെ 75% നമ്മളുടെ ഹെഡ് ടു ടോ വരെ മോസ്റ്റ് ഓഫ് വാട്ടറാണ്. അപ്പോൾ അത് ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കുക. ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ക്ഷീണം ഉറക്കൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്യുക. പിന്നത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ പഠിക്കുന്ന ഒരു ഏരിയയിൽ നിങ്ങൾ പഠിക്കുന്ന ടേബിളിലോ നിങ്ങളുടെ മൈൻഡ് തെറ്റുന്ന ഒരു കാര്യം വെക്കാൻ പാടില്ല. സപ്പോസ് നിങ്ങൾക്കൊരു ഫോണുണ്ട്, ആ ഫോൺ അവിടെ വെക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ മൈൻഡ് ഒബ്വിയസ്ലി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണൊന്ന് എടുത്ത് നോക്കാൻ തോന്നും. പക്ഷേ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1-2 മണിക്കൂർ വരെ നിൽക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ചെസ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമോ ലുഡോ ബോർഡോ ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള ബുക്ക്, പെൻസിൽ, പെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പഠിക്കാനിരിക്കുന്ന സമയത്തുള്ള ഉറക്കം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമോ എന്തെങ്കിലും എക്സാം നേരിടാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ടിപ്സ് എല്ലാം നിങ്ങൾ പ്രാവർത്തികമാക്കുക. താങ്ക് യു.